പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 ഭൂതങ്ങൾക്കും 5 അമ്പലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മണ്ണ് അല്ലെങ്കിൽ എർത്ത് അല്ലെങ്കിൽ ഭൂദേവി. ഭൂമിക്ക് തമിഴ്നാട്ടിൽ കഞ്ചീപുരത്തുള്ള ഏകാംബരേശ്വർ അമ്പലത്തിലാണ് ഭൂമിക്ക് ഉള്ള പവർ അവിടെ കൂടുതലാണ്. വെള്ളത്തിന് തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി എന്നുള്ള സ്ഥലത്തുള്ള തിരുവാനൈക്കോവിൽ, അവിടെ ശിവൻ വെള്ളത്തിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. അത് വെള്ളത്തിന് പ്രാധാന്യം തരുന്ന ഒരു അമ്പലമാണ്. അതേപോലെ അഗ്നി, തിരുവണ്ണാമലയിൽ ഗിരിവലമൊക്കെ വരും. അപ്പം തിരുവണ്ണാമലൈ എന്ന് പറയുന്നത് തന്നെ 2 കോടി വർഷത്തിന് മുന്നേ അഗ്നി പിഴമ്പായിട്ട് ഇരുന്നതാണ്. കത്തിയെരിയുന്ന അഗ്നി പർവ്വതമായിരുന്നു ഈ തിരുവണ്ണാമലൈ. പിന്നെ ഈ 2 കോടി വർഷമായിട്ട് അത് കുറേശ്ശെ തണുത്ത് ഇപ്പം ഒരു വലിയ മലയായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ പൗർണമിക്കൊക്കെ തമിഴ്നാട്ടിലുള്ളവരും മറ്റ് പല സ്ഥലങ്ങളിലുള്ളവരും തിരുവണ്ണാമലയെ ചുറ്റി വലം വരും. 14 കിലോമീറ്ററാണ് അതിൻ്റെ ഡിസ്റ്റൻസ്. 14 കിലോമീറ്റർ നടക്കും. അത് വളരെ നല്ലതാണ്. അതേപോലെ വായുവിന് ആന്ധ്രാപ്രദേശത്തിലുള്ള കാളഹസ്തി. അതുമാത്രമല്ല, ഈ കാളഹസ്തി രാഹുവിനും കേതുവിനുമുള്ള പരിഹാര സ്ഥലമായിട്ടും പറയുന്നുണ്ട്. പിന്നെ ആകാശ്, 5ാമത്തെ പഞ്ചഭൂതമാണ് ആകാശം. ആകാശത്തിന് തമിഴ്നാട്ടിലുള്ള ചിദംബരം നടരാജൻ്റെ അമ്പലം. അതുമാത്രമല്ല, നമ്മുടെ ഇവിടെ കായംകുളത്ത് അടുത്തുള്ള ഓച്ചിറയിൽ കൂടെ പരബ്രഹ്മമായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ വേറെ അമ്പലമായിട്ടൊന്നും കെട്ടിവെച്ചിട്ടില്ല. പരബ്രഹ്മം എന്ന് വെച്ചാൽ അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി ആകാശതത്വമായിട്ട് വെട്ടവെളിയിലാണ് അവിടെ. ആ സ്ഥലത്ത് നിറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഉള്ളതാണ്, പക്ഷേ ആ സ്ഥലത്ത് നിറഞ്ഞിരിപ്പുണ്ട്. അവിടെയും പോയി തൊഴുന്നത് നല്ലതാണ്. എൻ്റെ പേര് ഡോക്ടർ BS വത്സല നായർ. ഞാനൊരു സ്പിരിച്വൽ ഹീലറാണ്. ഞാനൊരു സ്പിരിച്വൽ ടീച്ചറും കൂടിയാണ്. അതല്ലാതെ ഞാൻ റേക്കി ഗ്രാൻഡ് മാസ്റ്ററാണ്. പേഴ്സണലൈസ്ഡ് 1-to-1 കൗൺസിലറാണ്. അതുകൂടാതെ ഞാനൊരു ഫ്ലവർ റെമഡീസ് പ്രാക്ടീഷണറുമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൈലാഷ് ചാനൽ മലയാളം എൻ്റെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് അതിലുള്ള വീഡിയോസ് എല്ലാം കാണണം.